അതിനടുത്ത് ഉള്ളിലെ ധർമ്മബോധം എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൽ കണ്ടു. എന്താ ഉള്ളിലെ ധർമ്മബോധം എന്നുള്ള ടേം ഉപയോഗിച്ചു. ആ അത് മൂല്യങ്ങളായിട്ട് ഭാവന മൂല്യങ്ങളെ ശ്രദ്ധിക്കുന്നു അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യത്തിന് സവിശേഷത നൽകുന്നത് എന്തോ, അതിന് അധികമായി വില നൽകുന്നത് എന്തോ, അതാണ് മൂല്യം. അത് 3 തരത്തിൽ വരും: ഇൻട്രൻസിക് വാല്യൂ, ഇമാജിൻഡ് വാല്യൂ ആൻഡ് ഇൻസ്ട്രുമെന്റൽ വാല്യൂ. സഹജമായി ജന്തുക്കൾക്കുള്ളത് ഇൻട്രൻസിക് വാല്യൂ, അത് എല്ലാ ജീവികൾക്കും ഉണ്ട്, മനുഷ്യനും ഉണ്ട്. ആത്മീയ ഭാവത്തിൽ ജീവിക്കുന്നവൻ, ആത്മീയ ബോധ്യത്തിൽ ജീവിക്കുന്നവന്റെ അകത്ത് അത് താളാത്മകരായ ആളുകൾക്ക് ഈ സാധനം മൂല്യം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ മറ്റേ ആത്മീയ ഭാവനയായിട്ട് വരും. ഭാവനയാണ് അത്. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ, കൺസ്യൂമറിസത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഇൻസ്ട്രുമെന്റൽ വാല്യൂ ആയിട്ട് പോകും. അത് വെറും മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് മാത്രം കാണുന്ന വാല്യൂസ് ആയിട്ട് മാറും. ഇമാജിൻഡ് എന്ന് പറയുന്നത് അതായത് ഭാവനയുടെ താല്പര്യത്തിലാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഭാവന മാറ്റിയാൽ ഈ മൂല്യങ്ങളിൽ മാറ്റം വരും. ഇറച്ചി തിന്നുന്നത് ശരിയല്ല എന്ന് ചെറിയ കാലം മുതൽ ശീലിച്ചു വന്നിട്ടുള്ള ഒരാൾക്ക് ഇറച്ചി തിന്നുന്നത് ശരിയല്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അയാൾ കോളേജിലൊക്കെ പോയി കൂട്ടുകാരുടെ ഒക്കെ കൂടെ കൂട്ടി മാംസം കഴിക്കണമൊക്കെ ഒരുപാട് കണ്ടു. അയാളുടെ ഭാവനയിൽ അതിന് തെറ്റില്ല എന്നൊരു ബോധ്യം വന്നു. പിന്നെ അയാൾക്ക് ഇറച്ചി തിന്നുന്നത് ഒരു പ്രശ്നമല്ല. കാരണം അവന്റെ ഭാവനയിലാണ് മാറ്റം വന്നത്. അതേസമയം നമ്മൾ മറ്റേ സാധാരണ രീതിയിൽ ഒരു മൃഗത്തിനെ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ല. മാറ്റിയെടുക്കാൻ പറ്റില്ലായിക്കൊന്നുമില്ല, മാറ്റിയെടുക്കാൻ പറ്റും. അത് ശീലനം കൊണ്ട് പറ്റും. അത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവനത് പറ്റും. പക്ഷെ അവന്റെ ചിന്താ പദ്ധതിയിൽ ആ മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഭാവനയിലാണ് ഈ മനുഷ്യനിലെ മറ്റേ മൂല്യം എന്ന് പറയുന്നത് അവന്റെ ഭാവനയിലാണ് ഉണ്ടാവുന്നത്. ജന്തുക്കളിൽ അത് ഇൻട്രൻസിക് ആണ്, അതിലെ ലീനമാണ്, ജന്മസിദ്ധമാണ്. പട്ടിക്കും പൂച്ചയ്ക്കും ഒരുപോലെ അല്ല, രണ്ട് പട്ടിക്കും ഒരേ മൂല്യമായിരിക്കും ഉണ്ടാവുക. മനുഷ്യർക്ക് രണ്ട് മൂല്യം ഉണ്ടാകുന്നത് അവന്റെ ഭാവനയിലുള്ള വ്യത്യാസമാണ്. ഇൻട്രൻസിക് എല്ലാവരുടെ ഇൻട്രൻസിക് സെയിം, എല്ലാ മനുഷ്യരുടെ ഇൻട്രൻസിക് മൂല്യം സെയിം ആയിരിക്കും. ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ മനുഷ്യരുടെ, ഒരു ദേശത്തെ, ഒരു ഗോത്രത്തിലെ മനുഷ്യരുടെ സ്വഭാവം സിമിലർ ആയിരിക്കും. പിന്നെ ഭാവനാശിക്കനുസരിച്ചാണ് പിന്നെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ മാറുന്നത്. ഭാവനയ്ക്കനുസരിച്ച് അവന്റെ ഇമാജിൻഡ് വാല്യൂസിൽ മാറ്റം വരും ആദ്യം. പിന്നെ അത് പ്രയോഗക്ഷമമാകുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റൽ വാല്യൂവിൽ മാറ്റം വരും. ഇൻസ്ട്രുമെന്റൽ വാല്യൂ മാറ്റം വരുന്ന വെച്ചാൽ ഒരു ഗോത്രത്തിൽ തന്നെയുള്ള 4 പേരുടെ വെച്ചാൽ 4 പേരും ആ ഇൻസ്ട്രുമെന്റൽ വാല്യൂവില് അവന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂവിനെ അവൻ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതനുസരിച്ചാണ് അവനിലെ സമ്പന്നതയൊക്കെ ഉണ്ടാവും. അപ്പോ ഈ ഏട്ടൻ മുമ്പത്തെ അവസാനം ഈ കരുണ, സ്നേഹം, മറ്റേ സഹാനുഭൂതി, ഉത്തരവാദിത്ത ബോധം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനുഷ്യനുണ്ടെങ്കിൽ അത് ഇൻട്രൻസിക് ആണോ അല്ലെ ആ ഭാവനയിലൂടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണോ? എങ്ങനെയാണ്? ഇൻട്രൻസിക് ആണെങ്കിൽ ആ സാധനം പെർസിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അവന്റെ ഭാവന ഉപയോഗിച്ച് സാധനത്തിന് മാറ്റം വരുത്താൻ പറ്റും. കരുണയൊക്കെ ഉള്ള ജീവികൾ മനുഷ്യരിൽ തന്നെ കുറക്കാലം കഴിയുമ്പോൾ അത് നേരെ തിരിച്ചു വെക്കാനും ഒക്കെ പറ്റും. ഭാവന ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ഉള്ളില് പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാരിലും കരുണ എന്നുള്ളതും ഇല്ലേ? പിന്നീട് അത് ഭാവന അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അതാണ് ഉണ്ടാവാറുള്ളത്. കരുണ ഇല്ലാത്ത എല്ലാവർക്കും ഇൻട്രിൻസിക് ആയിട്ട് കൊടുത്തിട്ടുള്ള, ജീവികൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുള്ള, മനുഷ്യനെ ഇവിടെ കോമ്പറ്റീറ്റീവ് ആയിട്ടും ബാക്കിയുള്ള ഇതിനു വേണ്ടിയിട്ട് ക്യാപിറ്റലിസ്റ്റ് കൾച്ചറിന് വേണ്ടിയിട്ടും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങ് മാറിപ്പോയി. അതിന്റെ പ്രാധാന്യം ഇല്ലാതായി. അത് വേറൊരു രീതിയിലോട്ടുള്ള മൂല്യങ്ങളായി. അവിടുത്തെ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഐക്യവും പിന്നെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് അങ്ങനെയൊക്കെയുള്ള മൂല്യങ്ങളോട്ടുള്ള മാറ്റി വിട്ടുകൊണ്ട്
അത് മാറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എന്റെ അടുത്ത ഒരു സുഹൃത്തിനെ പെടുത്തുണ്ട്, സൈക്കോളജിസ്റ്റ്. അവൻ പറഞ്ഞ കാര്യം ഇപ്പോഴത്തെ സൈക്കോളജി യു ക്യാൻ വിൻ, ഒരു സെൽഫ് സെൻട്രിക് ആയിട്ട് അവര് അങ്ങനെ എല്ലാം നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ വിജയത്തെ കൂടുതൽ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷെ മൂപ്പര് സ്പിരിച്വൽ ലെവലിൽ അത് കാണുന്നത് നമ്മുടെ ആക്ടിവിറ്റിയോടൊപ്പം തന്നെ അതിലും അപ്പുറം നിൽക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, ബാക്കി ദൈവം തീരുമാനിക്കുന്ന എന്നുള്ള രൂപത്തിൽ ഒരു വലിയ സർക്കിളിൽ കാണണം എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഇത് തിരിച്ചു കാണുന്ന അല്ലെങ്കിൽ ചുരുക്കി കാണുന്ന രീതി സൈക്കോളജി ഇതിലും കാണുന്നു എന്നാണോ അവന്റെ പറയുന്നത്? സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് സത്യം ചുരുക്കി കാണുന്നത്, അതിലും കാണുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് ഇവർ ഇൻസ്ട്രുമെന്റൽ വാല്യൂസിന്റെ ബേസ് ചെയ്തിട്ടുണ്ടായ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു പഠനശാസ്ത്രമാണ്. സൈക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ശാസ്ത്രമൊന്നും അല്ല അത്. ട്രീറ്റ്മെന്റിലൂടെ എങ്ങനെ ഒരു ഇൻഡസ്ട്രി തുറന്നു കിട്ടാം എന്നുള്ളതിന് വേണ്ടി ഉണ്ടാക്കിയ സൈക്കോളജിയാണത്, അല്ലേ? അപ്പൊ ആ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ അക്രമവാസന, വയലൻസ് എന്നുള്ളത് അത് ഇൻട്രിൻസിക് അല്ലല്ലോ, ആണോ? അതൊക്കെ ഭാവന ഇൻട്രിൻസിക് ആയിട്ട് അല്ല. അക്രമവാസന എന്നുള്ളത് ഈ മറ്റൊന്നിനോട് വൈൽഡർ ആയി മാറുക എന്നുള്ളത് ഇൻട്രിൻസിക് വാല്യൂ ആണ്. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് വാല്യൂ കൊണ്ടാണ് ആ സാധനത്തെ സ്മൂത്തൻ ചെയ്യുന്നത്. ഈ അക്രമവാസന എന്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്? അത് സർവൈവലിന്റെ ഒരു ടൂളായിട്ട് അക്രമം നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് ചോദ്യം ചെയ്താൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്രമിച്ചേ പറ്റൂ, അതിന് കൊടുത്തില്ല. അതിനെ ഭാവനയിലൂടെ മാറ്റി വിട്ടതല്ലേ അത് പ്രതിരോധമല്ലേ ആക്ച്വലി? പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്, സർവൈവലിന്റെ ടൂളായിട്ട് കൊടുത്തിരുന്നതാണ്. ഇത് എല്ലാ ഫാക്കൽറ്റീസും കൊടുത്തിട്ടുണ്ട് മനുഷ്യന്. അപ്പൊ അവിടെ അത് ധർമ്മവുമായിട്ട് കണക്ട് ചെയ്യാതെ പോയിട്ട് മറ്റ് ഈ മെറ്റീരിയലിസ്റ്റിക് വാല്യൂസിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറിപ്പോയി. അപ്പൊ ഞാൻ മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു കാലങ്ങളായിട്ട്, വസ്ത്രം അവന്റെ കൂടെ ഉണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാ വസ്ത്രം മനുഷ്യന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ ഭാഗമാണോ? അല്ല. അതുപോലെയാണ് മൂല്യങ്ങളെ മനുഷ്യന്മാര് കാലങ്ങളെ കൊണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ. അതായത് ജന്മസിദ്ധമായ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ ഉള്ളിൽ, അതായത് അയാളുടെ ഉള്ളിൽ ആത്മീയത ഉണ്ടോ എന്ന് നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ ആത്മീയത ഉണ്ടെന്ന് മനസ്സിലാകുന്ന അയാളുടെ ഉള്ളിൽ നിന്നും വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഭേദം ഉണ്ടാവില്ല. ഇപ്പൊ എന്നെ എന്തൊക്കെ പഠിപ്പിച്ചാലും എന്റെ ഉള്ളിലെ ചില സാധനങ്ങളൊന്നും മാറുകയില്ല. അപ്പൊ അതാണ് ആ ഇൻട്രൻസിക് വാല്യൂ ആയിട്ട് അത് അവിടെ നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ ഇൻട്രൻസിക് വാല്യൂ എന്ന് വെച്ചാൽ കരുണ എന്നുള്ളത് പട്ടിക്ക് മറ്റ് കുഞ്ഞുങ്ങളോട് കരുണയുണ്ടാവും, ജീവികളോട് കരുണയുണ്ടാവും, സ്നേഹമുണ്ടാവും, വാത്സല്യം ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും പട്ടിക്ക്. അതേസമയം അത് പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നേരെ ആക്രമിക്കുകയും ചെയ്യും, അല്ലേ? അപ്പൊ ഇത് ഉള്ളിൽ ഉള്ളതാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളിൽ ഉള്ളതാണ് കരുണ എന്നുള്ളത്. അങ്ങനെ തന്നെയാണ്. അതിന്റെ മുകളിൽ ആ കരുണയ്ക്ക് പല ഷേപ്പും നൽകാൻ എന്റെ കുഞ്ഞിനോട് കരുണ, മറ്റേ കുഞ്ഞിനോട് കരുണ വേണ്ട എന്ന രീതിയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ഭാവനയ്ക്ക് കഴിയും. ഇതിനെ ആൾട്ടർ ചെയ്യാൻ ആ സാധനത്തിന് കഴിയും ഭാവനയിൽ. നമ്മൾ ടെറൈൻ തിയറി പറയുന്നില്ല, ടെറൈൻ തിയറി തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ടെറൈൻ ഇതായിട്ട് നിന്ന് ശാന്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഡെവലപ്പ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇതൊക്കെ വരും. ആ ഉള്ളിൽ ആ ഫാക്കൽറ്റീസ് എല്ലാം ഉണ്ട് അതിന്റെ സർവൈവലിന്റെ ഭാഗമായിട്ട്. അതെങ്ങനെ വഴിതിരിച്ച് വിടുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. മൂല്യങ്ങൾ ഇപ്പൊ ചില സുഹൃത്തുക്കൾ വളരെയധികം ഇൻസ്ട്രുമെന്റൽ ആയി പെരുമാറുന്നത് അത് അവരുടെ ഇൻട്രസ്റ്റിക് വാല്യൂ ഇല്ലാത്ത കുറവായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഉള്ളതിനെ ഈ ഭാവന മാനിപ്പുലേറ്റ് ചെയ്തതുകൊണ്ടാണോ? അതാണ് ചിലപ്പോ കൺഫ്യൂഷൻ. ചിലപ്പോ ഭയങ്കര കരുണയാണ്, എന്നാ കുറച്ച് നേരെ തിരിച്ചും പെരുമാറും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിലപ്പോ ഷിഫ്റ്റ് ആവണം ആദ്യമൊക്കെ തോന്നും. അതെ, അത് അവരുടെ ലോജിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ്. അടിസ്ഥാനപരമായി ഭാവന അല്ല മറ്റേ ആന്തരിക ചോദനയായിട്ടുള്ളവന്റെ ഉള്ളിൽ ഈ മാറ്റം ഉണ്ടാവില്ല. അവിടെ ഈ സാധനം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അതിലൊരു മാറ്റം ഉണ്ടാവില്ല.
അല്ല മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ചെയ്യും. ഞാനത് അതെ, അനുഭവിക്കുന്നു. കൊബിലയിൽ പുല്ല് കിട്ടുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. അല്ല അപ്പൊ ഏട്ടന്റെ ഉള്ളിലും ഇൻട്രൻസിക് ഉണ്ട്. ഇനിയിപ്പോ എന്റെ ചില എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇൻട്രൻസിക് വാല്യൂ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അവിടെ നിന്നാണ് ഈ സാധനം തുടങ്ങുന്നത്. അത് വെളിയിലേക്ക് വരുമ്പോൾ ഷെയ്പ്പ് ചെയ്യുന്നതാണ് ഇമാജിൻഡ് വാല്യൂ ആയിട്ട് മാറുന്നത്. അപ്പൊ കൂടുതലും നമ്മൾ ചിന്തിക്കുമ്പോ കൂടുതൽ ഇമാജിൻഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയിൽ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് സമൂഹത്തിൽ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റലിൽ അവിടവും വിട്ടു ഇൻസ്ട്രുമെന്റലിലാണ് ആളുകൾ നിൽക്കുന്നത്. ഇൻസ്ട്രുമെന്റൽ എന്ന് പറഞ്ഞപ്പോ ഇത് കൺസ്യൂമറിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂ. അതെ, പക്ഷെ അതാ മറ്റേ അത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരും. ഇമാജിൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തി വളർന്നു വരുന്ന കാലത്ത് ഉണ്ടാവുന്നതാണ്. അതിനുശേഷം അതിനും അപ്പുറത്താണ് അയാൾക്ക് അവന് വേണ്ടുന്ന സാധനങ്ങൾ എന്നുള്ളത്. ഇത് മൂന്നും വ്യത്യാസം ഉണ്ടാവില്ല തുടക്കത്തില്. ഇവ തമ്മിലുള്ള ഗ്യാപ്പ് പിന്നെ കൂടി വരുന്നതാണ്. ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള അവനൊരു സാധനം വേണമെന്ന് വെച്ചാൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണം, ഇത് മറ്റൊരാൾക്ക് വേണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവന്റെ ആ വാല്യൂസ് ഒന്നും അവന്റെ വിഷയമല്ല. അവൻ ഇൻസ്ട്രുമെന്റൽ ആയിട്ട് ആ സാധനം വേണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഉള്ളിൽ സ്പിരിച്വൽ ആകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് വേണം എന്നുള്ള അവസ്ഥയ്ക്ക് പകരം അപരനെ അയാളെ കാണാൻ തുടങ്ങുന്ന സമയത്ത് അപരനും വേണമല്ലോ എന്ന തിരിച്ചറിവിലേക്ക് അവനെത്തും. ചെറിയ കുട്ടികൾക്ക് തന്നെ അത് കാണാൻ പറ്റും. അപ്പൊ ഇൻസ്ട്രുമെന്റൽ വാല്യൂസിനെ കുറച്ചുകൂടെ മാറ്റി നിർത്തി നോക്കുന്ന സമയത്ത് അവൻ എന്തും ഇമാജിൻഡ് വാല്യൂസിലേക്ക് വരും. മനസ്സിലല്ലേ? ഇൻസ്ട്രുമെന്റൽ വാല്യൂ, ഇൻസ്ട്രുമെന്റ് വാല്യൂ, ഇമാജിൻഡ് വാല്യൂ, ഇൻട്രൻസിക് വാല്യൂ ഒന്നും വ്യത്യാസമില്ലാതെ തുടക്കത്തിൽ പെരുമാറും. ഇവൻ വളർന്നു വരുമ്പോ ഇവൻ അപരനെ മനസ്സിലാക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റലും ഇമാജിൻഡും ഇവന്റെ സഹജഭാവത്തിൽ നിന്നും മാറി നിൽക്കും. അപ്പൊ ഇവന് വേണ്ടത് വേണം, ബാക്കിയുള്ളത് വിട്ടുകൊടുക്കും. ഇവന് അത്യാവശ്യമുള്ളത് വേണം എന്നുള്ളതിന് വരും. ഈ അത്യാവശ്യത്തിൽ തന്നെ ഇവൻ വീണ്ടും വിചാരം വരുന്ന സമയത്ത് പിന്നെ ഈ ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്നുള്ള ആ ഒരു ധാരണ അവന് കുറച്ചുകൂടെ ദൂരത്തേക്ക് വയ്ക്കും. ആ രീതിയിലാണത് ക്രമപ്പെട്ടു വരാം. പിന്നെ ഓരോരുത്തരുടെ താളത്തിനും യുക്തിക്കും പിന്നെ ഏട്ടൻ പറഞ്ഞ പോലെ ടെറൈന്റെയും ഒക്കെ പ്രത്യേകത അനുസരിച്ച് അവന്റെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങളുണ്ട്. ഒരാളുടെ മൂല്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്പിരിച്വൽ, ഒരാൾ എത്ര സ്പിരിച്വൽ ആണെന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഒരു ഇതില് അയാളെ എത്രത്തോളം ഇൻട്രൻസിക് വാല്യൂ നിൽക്കുന്നു എന്നുള്ള ലെവലിലാണ് ഏട്ടൻ പറയാറുള്ളത്. ഏട്ടന്റെ ക്ലാസ്സിലൊക്കെ പൊതുവെ ഒരാളെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആന്തരിക മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ല അതിനനുസരിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആന്തരിക മൂല്യങ്ങൾ എന്നുള്ളതിനേക്കാളും വാല്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. ആന്തരികമാണോ ഇമാജിൻഡ് ആണോ എന്നുള്ളതല്ല, വാല്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. ഇമാജിൻഡ് എന്നുള്ളതും ഒരു സാഹചര്യത്തിന്റെ പ്രൊഡക്റ്റ് തന്നെ അല്ലേ? കാരണം മനുഷ്യൻ രണ്ടിന്റെ ഇടയിൽ നിൽക്കും, ബാരിയറിൽ നിൽക്കുന്ന, ബോർഡറിൽ നിൽക്കുന്നത്. വെളിയിൽ നിന്ന് വരുന്ന അനുഭവങ്ങളുടെയും യുക്തികളുടെയും സ്വാധീനം അതിനകത്ത് വന്നുകൊണ്ടിരിക്കും. ഇമാജിനേഷൻ അങ്ങനെ ഒരു ഗുണം പ്രത്യേകത ഉണ്ടല്ലോ. വെളിയിൽ നിന്നുള്ള സ്വാധീനം വന്നുകൊണ്ടിരിക്കും അതിന്. ഇൻട്രൻസിക് എന്നുള്ളത് അനക്കം ഉണ്ടാവില്ല, അത് ഉള്ളിലുള്ള തന്നെയാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ എന്ത് സ്വാധീനം വന്നു കഴിഞ്ഞാലും ഈ ഇൻട്രൻസിക് വാല്യൂ ആയിട്ടുള്ളവൻ എന്ത് സ്വാധീനം വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവില്ല, അവൻ മാറില്ല, അവൻ അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നീതിബോധം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒക്കെ പക്കാ ലോജിക്കലാണ്. ഇക്വാലിറ്റി ഒക്കെ വെറും ലോജിക്കലാണ്. നടുവിലാണ്. നടുവിൽ നിൽക്കുന്നതാണ്. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് അത് ഇൻസ്ട്രുമെന്റലാണ്. അല്ല നമ്മള് ഏട്ടൻ പറയണ്ട സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴുള്ള അവസ്ഥയൊക്കെ പറയാന്ന്. അപ്പൊ ആ സിനിമ കണ്ടതിന്റെ ഒരു പ്രേരണയിൽ വരുന്ന ഒരു മൂല്യം കൂടിയായിട്ട് കാണുമ്പോ അതൊക്കെ പുറത്തുനിന്ന് ഭാവനയിലൊക്കെ വരുന്ന സംഭവമായിട്ട് പറയാം. വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അയാൾക്ക് കാല് വേദനിക്കുന്ന പോലെ കൈ വേദനിക്കുന്ന പോലെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മതി, അപ്പൊന്ന് പെരുമാറ്റം മാറുന്ന കാണാം. ഒരു പണ്ഡിതൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുഖത്ത് പെട്ടെന്ന് വെള്ളം ഒഴിക്കുക എന്താ ചെയ്തൊരു കഥയില്ലേ, അവന്റെ മദർ ടങ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് എഴുതിട്ടു. അപ്പൊ മലയാളിയാണല്ലേ. അതാണ് ഈ കരുണ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കരുണ
പ്രകടനത്തിൽ കുറഞ്ഞ ആൾക്കാരെ കാണാറുണ്ട്. അത് വ്യത്യാസമല്ലേ? ഇപ്പം വളരെ ഈസി ആയിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോ പാഞ്ഞു പോയി പിടിക്കണവര്, എടുത്തു വെക്കണവര്, ഒരു ചുക്കൂലാതെ അങ്ങനെ നിക്കാൻ കഴിയണവര്, ഐ മീൻ അവരെ അളക്കം ബാധിക്കൂല, അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, അവര് മാത്രമാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള ചെയ്തോട്ടെ വിചാരിച്ച് നിൽക്കും ചെയ്യും. അങ്ങനത്തെ ആൾക്കാര് ഞാനൊക്കെ കാണാറുണ്ട്. അതൊക്കെ ലോജിക്കിന്റെ ഒക്കെ സ്വാധീനമുണ്ട്. പക്ഷെ യഥാർത്ഥ കരുണ എന്നുള്ള സാധനത്തെ ട്രെയിൻ ചെയ്തിട്ട് ഈ കരുണ എന്നൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ നിന്നാലും ഉള്ളിൽ കരുണയുള്ളവനാണെങ്കിൽ വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടും. ട്രെയിൻ ചെയ്തിട്ട് ഇതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ അതിലൊന്നും ഇടപെടില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ അതാണ് ടെറൈനിന്റെ പ്രത്യേകത. ടെറൈനിൽ അത്തരത്തിലുള്ള ടെറൈനിൽ അയാൾ ജീവിച്ചു വന്നു. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല, ഞാൻ ഇതിലൊന്നും ഇടപെടില്ല, എനിക്കൊന്നും ബാധകമല്ല എന്ന് തോന്നുന്നു. ഞാനിവിടെ ചിലപ്പോൾ തീരുമാനം എടുക്കും, ഞാൻ ഇനി ഒരു കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരാളെ സഹായിക്കില്ല എന്നൊക്കെ തീരുമാനമൊക്കെ എടുക്കും. അനുസരിച്ച് ഞാൻ കടുത്ത് വർത്താനം പറയുകയൊക്കെ ചെയ്യും. കടുത്ത് വർത്താനം, ഞാൻ വർത്താനം പറയാനായിട്ട് ചിലപ്പോൾ ആ വഴിക്കുന്ന ഒരുത്തിനും വരികയില്ല, അതുപോലെ വർത്താനം പറയും. ആള് പറയും നാണമില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അടുത്താൾ വന്ന് വീണ്ടും കൊടുത്തിട്ട് അതിനകത്ത് ദേവന്റെ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ കഞ്ഞി കുടിക്കാൻ ഇവിടെ ഉണ്ടാവില്ല. ആ സമയത്ത് അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കയ്യിൽ ആകെയുള്ള 500 എടുത്ത് കൊടുക്കും. ഒരു മാസത്തിൽ 2 തവണ 3 തവണയൊക്കെയാണ് കൊടുക്കുക. ഇവിടെ പൈസയേ ഉണ്ടാവില്ല. അതാ പറഞ്ഞ ഇതൊക്കെ ഞാൻ തീരുമാനം എടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു സംഭവം എടുത്ത് ഞാൻ ഇതിനകത്ത് ചെന്ന് ചാടും. ഞാന് ഹിപ്പോത്തറ്റിക്കലി ഈ വില്ലേജ് ഉണ്ടാക്കുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് മുമ്പ് ചോദിച്ചതാ, പക്ഷെ എനിക്ക് ഉത്തരം മുഴുവനായി തന്നോന്ന് അറിയില്ല. ഈ വേണ്ടി വരുമ്പോ ഇവിടെ മനുഷ്യരെ ഈ എന്ത് മൂല്യം പറഞ്ഞാണ് നിർത്താൻ കഴിയും? പല ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള ഫോർമുല എന്നുള്ളതോ അല്ലെ ഓരോരുത്തർക്ക് ഓരോ രൂപത്തിൽ മൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും. കോമൺ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് വേണ്ട. അപ്പൊ അവിടെ ആൾക്കാര് അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പം ഇങ്ങനെ സംസാരിച്ചാല് അല്ല, അതിനു വേണ്ടിയിട്ടാണ് ഒളിമ്പസ് പഠിക്കണം എന്ന് പറയുന്നത്. ഈ മൂല്യങ്ങൾ ഉണ്ടാവുന്ന ഭാവനയുടെയും അറിവിന്റെയും വെളിച്ചത്തിലാണ്. അപ്പോ അത് കൃത്യമായിട്ട് ഉണരണമെങ്കിലല്ല, അവനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്തുകൊണ്ട് നമ്മളിത് പറയുന്നു എന്നുള്ള കാര്യത്തിന്റെ യുക്തി അവരുടെ ഉള്ളിൽ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയണം. അതിനാണ് പഠിക്കണം എന്ന് പറയുന്നത്. അത് സാധ്യമുള്ളൂ. പിന്നെ ഇതൊരു സംസ്കാരമായിട്ട് വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു 8 തലമുറ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇൻട്രൻസിക് വാല്യൂ ആയിട്ട് ഇവരുടെ ഉള്ളിൽ നിൽക്കും. കുറച്ചു പേരില് ഇൻട്രൻസിക് വാല്യൂ ആയിട്ട് തന്നെ നിൽക്കും. അല്ല, ഇൻട്രൻസിക്കിന്റെ പവർ എന്ന് പറയുന്നത് എപ്പോഴും അത് ഉള്ളിൽ കയറുന്ന കത്തിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ മാറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്നുള്ള ആ ലെവലില് ഫീൽ ചെയ്യുമ്പോ എല്ലാവരും അങ്ങനെയാണ് നിൽക്കുന്നത്. പാടാണ് മാറ്റം. ഇൻട്രൻസിക് വാല്യൂ മാറ്റാനും പാടാണ്, അത് ഒരാളിൽ ഘടിപ്പിക്കാനും പാടാണ്. ഇൻട്രൻസിക് വാല്യൂ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ തലമുറയായിട്ട് കഴിയണം, ജനിതകമായിട്ട് മാറിപ്പോണം. ജനിതകമായി കൈമാറി വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ സാധനം വർക്കാവുള്ളൂ. ഒരാളില് പുതിയൊരു ഇൻട്രൻസിക് വാല്യൂ ഉണ്ടാക്കൽ സാധ്യമല്ല, ഒരു വ്യക്തിയിൽ ഉണ്ടാക്കൽ സാധ്യമല്ല. തലമുറകളിൽ പറ്റും. അങ്ങനെ അതിന് സംസ്കാരമായിട്ട് അവർ കൊണ്ടു നടക്കണം. എന്നാലും എപ്പോ വേണേ വഴിമാറാം. ഇപ്പോഴും മനുഷ്യൻ ഇതൊക്കെ കാണിക്കുമ്പോഴും മനുഷ്യൻ ഭയങ്കര ധാർമ്മികനായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുതലാടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അക്രമം ഉണ്ടാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ? ഒരു 5-6 തലമുറയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അക്രമം ചെയ്തവരാണ്. അങ്ങനെയാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വാസന നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു 5 തലമുറ മുമ്പ്. പിന്നെ ഐ മീൻ ലോകം ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് യുദ്ധത്തിന്റെ നിഷ്ഫലത അല്ലെങ്കിൽ അതിന്റെ ഒരു ബോധ്യപ്പെട്ട ഒരു തലമുറ എന്നുള്ള, അതായത് ഇന്നത്തെ സംസ്കാരത്തിന്റെ ഒരു അളവിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു 5-6 തലമുറ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തു. അതിനു മുമ്പ് ഇപ്പോ ഉദയനനും ഒക്കെ അംഗം വെട്ടി നടന്ന ആളുകളല്ലേ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വാളെടുക്കുക, വെട്ടുക, അതായിരുന്നല്ലേ പണ്ടത്തെ പരിപാടി അല്ലേ? ഇത് സായിപ്പിന്റെ നിയമങ്ങൾ വന്നിട്ട് റെസ്ട്രിക്ട് ചെയ്തപ്പോഴതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റാണ്ടായത് അല്ലേ?
അല്ല അതൊക്കെ അന്ത കാലത്തൊക്കെ എന്താണ് അതിന് കാരണം? അങ്ങനെ ഒരു ഭാവന തന്നെയായിരുന്നു അന്നത്തെ. അന്നത്തെ ഭാവനയുടെ പ്രേരണ മനുഷ്യന്മാർ കുറെ കാലമായി കൊണ്ടെടുക്കുന്നത്. അന്ന് അങ്ങനെ വാള് വെച്ച് വെട്ടുന്നു, വയലന്റ് ആവുന്നു എന്നുള്ള ഒരു സ്വഭാവം എന്തുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. അന്ന് അല്ല, അതൊരു ശീലനമാണല്ലോ. അങ്ങനെയാണ് ലോകം എന്നുള്ള വിചാരത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. അത് ആ ലെവൽ ഓഫ് വയലൻസ് ഇൻട്രിൻസിക് വാല്യൂ ആയിട്ട് വരുമോ? അല്ലല്ലോ, അവിടെ മാനിപ്പുലേഷൻ അല്ലേ എന്ന് ചോദിച്ചു. അല്ല, അത് ഇൻട്രൻസിക്, അവന്റെ ഉള്ളിൽ ഇൻട്രൻസിക് വാല്യൂ എന്ന് വെച്ചാൽ അവൻ മനുഷ്യൻ ഒരു സാധാരണ ജീവി. അവൻ പോയി ഈ സാധനത്തെ അപ്പുറത്തുള്ളവനെ വെട്ടിക്കൊല്ലണം എന്ന് തീരുമാനിക്കുന്നത് വയലൻസ് അല്ലേ? ഈ വയലൻസ് അവന്റെ ഇൻട്രൻസിക് വാല്യൂ തന്നെയാണ്, ഇൻട്രൻസിക് നേച്ചറാണ്. ഇൻട്രിൻസിക് വാല്യൂല് വയലൻസ് ഉണ്ടായിരുന്നു. അതിനെ കൾച്ചറില് ഒന്നുകൂടെ എടുത്ത് ഷാർപ്പൻ ചെയ്തെടുത്തതാണ് ഈ അധിനിവേശം എല്ലാം. അതിനെ വെട്ടിപ്പിടിക്കുക എന്നുള്ള ഒരു ഇതിലോട്ട് മാറിയില്ല, ഒരു കൾച്ചറിലോട്ട് മാറിയില്ല. ഈ പട്ടിക്ക് കടിക്കാനും വാലാട്ടാനും കഴിയുന്നു എന്നുള്ളത് അതിന്റെ ഇൻട്രൻസിക് വാല്യൂവിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലെ? ഇൻട്രൻസിക് നേച്ചറാണ്. അതുപോലെ മനുഷ്യന്റെ ഉണ്ട് ഇത്. അത് കൾച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. ട്രെയിൻ ചെയ്ത പട്ടികളില്ല, ട്രെയിൻ ചെയ്ത പട്ടികൾ കടിക്കാൻ പറഞ്ഞാൽ കടിച്ചിട്ട് വരുമല്ലോ. അത് അങ്ങനെയും സംഭവിക്കുമല്ലോ. പട്ടിക്ക് ഇൻട്രിൻസിക് ആയിട്ടുള്ള അവർക്ക് സർവൈവലിന് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് കടിക്കുക എന്നുള്ളത്. അതിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് പോയി കടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും. ഈ സഹജഭാവത്തിൽ രണ്ടും ഉണ്ട്, വയലൻസും ഉണ്ട്, കരുണയുണ്ട്. നമ്മൾ ഏതിനെ വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ള പോലെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്നുള്ളത്. അല്ലാതെ ഈ സൊസൈറ്റിയുടെ പ്രേരണ കൊണ്ട് മറ്റ് ഭാവന കൊണ്ടൊക്കെ മനുഷ്യന്മാര് വളർത്തിയെടുത്ത, അല്ലെങ്കിൽ വിവരക്കേട് കൊണ്ടും തന്റെ ഫാൾസ് ഈഗോ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു പുറമേ ധരിക്കുന്ന ഒന്നാണ് വയലൻസ് നേച്ചർ എന്നുള്ള രൂപത്തിലല്ല. അല്ല, അത് അവിടെ ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ചോദ്യം മനസ്സിലായില്ല. വയലന്റ് നേച്ചർ എന്നുള്ളത് സൊസൈറ്റി, ഈ നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഫാൾസ് ഈഗോ, നമുക്ക് ചുറ്റുമുള്ള പ്രേരണകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നേച്ചർ അല്ല, മറിച്ച് ഉള്ളിൽ തന്നെ ഉള്ളതാണ്, സഹജമായിട്ട് കൂടെ ഉള്ളത് തന്നെയാണ്. അതന്നെയാണ് പുറത്തേക്ക് സഹജമായിട്ട് നമ്മുടെ സർവൈവലിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ആക്രമിക്കാനും സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. അതിനെ വഴിതിരിച്ചു വിട്ടു കഴിഞ്ഞാൽ, ഭാവനയിലൂടെ വഴിതിരിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്നുള്ളതാണ് ഈ കാണുന്നത് മുഴുവൻ. അത് അവിടെയാണ് ഈ മുഖ്യധാരയിലുള്ള പല വിശ്വാസങ്ങളും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയി വരുന്നത്. സഹജഭാവന എന്നാണ് എപ്പോഴും ശുദ്ധമായ ഒരു രൂപത്തിൽ അവർ പറയാറുണ്ട്. പക്ഷെ ഇത് രണ്ട് തല ഉള്ള കോൺസെപ്റ്റാന്നുള്ളത് ആരും പറഞ്ഞേക്കാറില്ല. ശുദ്ധമായ ഭാവം മനുഷ്യനുണ്ട്, അതെപ്പോഴും പ്യൂരിറ്റി, നന്മയില് അല്ലെങ്കിൽ കരുണയില് അല്ലെങ്കിൽ ഇത്തരം മൂല്യങ്ങളിൽ കേന്ദ്രീകൃതമാണ്. ബാക്കിയുള്ള എല്ലാം പുറത്തുനിന്ന് തന്നെ മാനിപ്പുലേഷൻ ആണെന്നുള്ള രൂപത്തിൽ അവര് പറയുന്നത്. ഉറങ്ങണം, ശുദ്ധമായിരിക്കണം, ഉറങ്ങണം. എനിക്ക് ഉറങ്ങണം എന്നല്ല, ഇവര് ആ ശുദ്ധമായ പരിശുദ്ധമായ ഒരു അവസ്ഥയിൽ എത്തണം എന്ന് വെച്ചാൽ ഉറങ്ങണം. ഉറങ്ങിയാൽ അവർക്ക് വേറെ പ്രശ്നം ഉണ്ടാകും. ഉണർന്നിരിക്കുന്ന ഈ സാധനമൊക്കെ വർക്ക് ചെയ്യും. അസൂയ, കുശുമ്പ്, നീരസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ മനുഷ്യന്. ഇതെല്ലാം വരുന്നത് അതുകൊണ്ടല്ലേ, അവനകത്ത്. അല്ല, ഇങ്ങനെ അശുവ കുശുമ്പ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഇതൊക്കെ മൂല്യങ്ങളായിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ആയ കുറച്ച് മൂല്യമുണ്ട്, അതിന്റെ പുറത്ത് ഭാവന ചെയ്ത് വരുന്ന നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള മൂല്യങ്ങൾ തന്നെ പറയേണ്ടി വരും. അതെ, നെഗറ്റീവും പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. വാല്യൂ എന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡിയിൽ, ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയിൽ അഡീഷണൽ ആയിട്ട് കാണുന്ന ഒരാളെ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. ആ മനുഷ്യനെ വ്യതിരിക്ത മനുഷ്യനാക്കി മാറ്റുന്നതാണ് മൂല്യങ്ങൾ. വാല്യൂ ആഡഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആഡഡ് ആയിട്ടുള്ള സാധനമാണ് വാല്യൂ. ആഡഡ് എന്നല്ല, ഡെവലപ്ഡ് ആട്രിബ്യൂട്ട്സ് എന്നുള്ള രീതി. അതായത് ഒറിജിനൽ സാധനത്തിന്റെ അകത്തേക്ക് വന്നു ചേരുന്നത്. അല്ല, ഒറിജിനലായിട്ട് ഈ സംഗതി എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഇതിലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുക. അല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് സഹജമായി
മനുഷ്യനുണ്ടാകുന്നു, മറ്റൊരു മനുഷ്യനുണ്ടാകുന്നു. ഈ മനുഷ്യനും മറ്റു മനുഷ്യനും തമ്മിൽ വ്യത്യസ്തനാക്കുന്നത് ഒരു അഡീഷണൽ സാധനമാണ്. ആ അഡീഷണൽ സാധനം അതെന്താണ്? അതാണ് ഇതിന്റെ ധർമ്മം, ചോദന ഒക്കെ വരുന്നത്. ആ ധർമ്മത്തിനനുസരിച്ചാണ് ഇതിന്റെ സവിശേഷത വരിക. ആ സവിശേഷതയാണ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. വന്നു ചേരുന്നതല്ല, ലീനമാണിത്. എന്താ പറഞ്ഞ ലെയർ ആയിട്ട് വരിക എന്നുള്ള എന്താ പറഞ്ഞു? ലെയർ ആയിട്ടാണ് വരുന്നത് എന്നുള്ള എന്ത് പറഞ്ഞു? അതായത് ഒരു വ്യക്തി മനുഷ്യൻ എന്നുള്ള ഒരു സംഭവത്തെ എടുക്കുന്നു. അപ്പോ രണ്ട് മനുഷ്യർ, രണ്ടുപേരും ജനിച്ചു. അപ്പോ രണ്ടുപേരും ഐഡന്റിക്കലാണ് ഇൻ ജനറൽ. അത് അൺഐഡന്റിക്കൽ ആയിട്ട് മാറണമെങ്കിൽ ഇതിന്റെ പ്രത്യേകതയും അതിന്റെ പ്രത്യേകതയും ഉണ്ടാവണം. ആ പ്രത്യേകത എന്നുള്ളത് എന്തിനെ ആധാരമാക്കിയിട്ടാണ്? ഇത് രൂപപ്പെട്ടത് എന്ത് ധർമ്മം നിർവഹിക്കാനാണോ അതിനനുസരിച്ചാണ്. അപ്പൊ അതാണ് ആ ധർമ്മം നിർവഹിക്കുന്നതിനനുസരിച്ച് അയാളിൽ എന്തൊക്കെയോ ഉണ്ടാവും, പ്രത്യേകത, മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ ഉണ്ടാവും. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ സത്തയെ, ബേസിക് ആയിട്ടുള്ള സത്തയെ ഒരു അഡീഷണൽ സത്തയായിട്ട്, ഒരു സ്പെഷ്യൽ സത്തയായിട്ട്, യുണീക്ക് സത്തയായിട്ട് മാറ്റുന്നത് ഈ അഡീഷണൽ പ്രോപ്പർട്ടീസ് ആണ്. ആ അഡീഷണൽ പ്രോപ്പർട്ടീസ് ആണ് വാല്യൂസ്. ഇതിന് നിയോഗത്തിന്റെ കളി എന്തായാലും ഉണ്ട്, ഉറപ്പായിട്ടും. അതെല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു സിസ്റ്റമാണ്. നിയോഗത്തിന്റെ മുകളിൽ പരിശീലനം, ടെറൈൻ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനകത്തേക്ക് കയറി വരും. ടെറൈനില് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നടക്കുന്ന എല്ലാം നിയോഗത്തിന്റെ ഭാഗമാണല്ലോ. അതെ അതെ, അങ്ങനെ വരും. സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. ഈ കുശുമ്പ്, അസൂയ എന്നുള്ള സാധനങ്ങളൊക്കെ കാലങ്ങളായ മനുഷ്യരിലുണ്ടോ, അല്ലെങ്കിൽ ഇത് ഉണ്ടല്ലേ? ഞാൻ നേരത്തെ വസ്ത്രത്തിന്റെ കഥ പറഞ്ഞാതിരി നിൽക്കുന്ന കാര്യങ്ങളാണോ? സഹജമായിട്ട് എല്ലാം ഉണ്ട്, ഒരുപാട് മൂല്യങ്ങൾ സഹജമായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതുപോലെ പറഞ്ഞ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള മൂല്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന അവന്റെ നർച്ചറിങ്ങിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അതിൽ കൂടുതൽ നമ്മൾ കൺസ്യൂമറിസ്റ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോൾസ് പ്രൈഡും കുശുമ്പും അസൂയ എല്ലാം അത് വെച്ചിട്ടല്ലേ ഇവര് കച്ചവടം ചെയ്യുന്നേ. ആ കച്ചവടത്തിന്റെ ബേസല്ലേ അത്. നിങ്ങളെ അസൂയ ഉൾപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ സാധനം വാങ്ങിക്കോ. അവന് വാങ്ങിച്ചപ്പോ അതിനെക്കാട്ടി ഒന്നിൽ അവൻ ആ സാധനം തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയ സാധനം വാങ്ങിക്കണം എന്നുള്ള ആ തോന്നൽ വരുന്നത് എവിടുന്നാ? ആ കൺസ്യൂമറിസ്റ്റ് കൾച്ചർ അവിടെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇത് കൺസ്യൂമേഴ്സ് ഇല്ലാത്ത ലോകത്ത് ഈ അസൂയ എന്നുള്ള ഫാക്കൽറ്റി മനുഷ്യനുണ്ടായിരുന്നു. അത് അവന്റെ സർവൈവലിന് വേണ്ടി യൂസ് ചെയ്ത ഫാക്കൽറ്റീസിലെ പെട്ടതായിരുന്നു. അല്ല, അസൂയക്ക് കൺസ്ട്രക്റ്റ്, ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ? കോമ്പറ്റീഷൻ നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് ഡാർവിൻ പറഞ്ഞു. നമ്മൾ അതിനെ തെറ്റി എടുത്തിട്ടുണ്ട്. പക്ഷെ അതവിടെ നേച്ചറിലുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. അത് ക്രിയേറ്റീവ് കോമ്പറ്റീഷനാണ് ഉണ്ടായിരുന്നത്. ആ കോമ്പറ്റീഷനെ നമ്മൾ ഇത് ചെയ്തു, വഷളാക്കി. ബൈ ഹുക്കോ ക്രുക്കെന്നുള്ള രീതിയിലോട്ട് മാറ്റി വിട്ടാരാ? കോമ്പറ്റ് ബൈ ഹുക്കോ ക്രുക്കെന്നുള്ള മുന്നേ പോകുന്നതിന്റെ കാല് വലിച്ച് അഴിയിട്ട് മേളിൽ പോകാന്നുള്ള ഒരു ഇത് വരുന്നത് എവിടുന്ന? ഡെവലപ്പ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പോ എന്റെ ഒരു കൺഫ്യൂഷൻ വന്നത്, ഉള്ള ഒന്ന് വികസിച്ച് വലുതാവാണോ അല്ലെങ്കിൽ സ്വയം പിന്നീട് വേറെ സൃഷ്ടിച്ചെടുക്കാണോ എന്നുള്ള ഒരു സംശയം. ഉള്ളിലുള്ളതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന അതിന്റെ നർച്ചറിങ് എന്ന് പറഞ്ഞില്ലേ, നർച്ചറിങ്ങും ബാക്കിയുള്ള ടെറൈൻ ഇത് വരുന്നതനുസരിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഉള്ളിൽ അതുണ്ട് ആ ഭാഗങ്ങള്. അവിടെയാണ് ക്ലാരിറ്റി വേണ്ടിയിരുന്നത്. അപ്പൊ മനുഷ്യന്മാര് കൊണ്ടെടുക്കണ വേണമെങ്കിൽ 100 കണക്കുന്ന 1000 കണക്കുന്ന മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള സർവൈവലിനും ജീവിതത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രകൃതിയുടെ സിസ്റ്റമാണ്. എന്നാൽ അത് പിന്നീട് വ്യക്തിയുടെയും ഭാവനയുടെയും രൂപത്തിലൊരു വേറെ രൂപത്തിൽ മാറി. കൺസ്യൂമേഴ്സും വന്നപ്പോ അതിനൊക്കെ അപ്പുറം ഇൻസ്ട്രുമെന്റ് വേറെ ലെവലിലേക്ക് മാറി. അപ്പൊ നമ്മൾ ഇതിൽ എല്ലാത്തിനും പാടെ ജീവിക്കുന്നോണ്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രൈമറിലി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവോൾവ് ആയ സമയത്ത് ആ ഒരു രൂപത്തിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടും സ്പിരിച്വാലിറ്റിയുടെ ഇത് വന്നത്. ഇത്രയും വഷളായി പോയി കഴിഞ്ഞപ്പോൾ സ്പിരിച്വാലിറ്റി എന്താണെന്നുള്ള തിരിഞ്ഞോട്ടം വേണ്ടി വന്നത്. അപ്പൊ സ്പിരിച്വാലിറ്റി ആക്ച്വലി ഈ
ഇൻസ്ട്രുമെന്റൽ മൂല്യങ്ങളെയും ഭാവന മൂല്യങ്ങളെയും മാറ്റി നിർത്തി കോറിലേക്ക് പോകാനുള്ള ഒരു പ്രേരണയാണ്. നമ്മള് സിംബയോട്ടിക് ലൈഫിന് എന്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മൂല്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയിൽ വരേണ്ടത്. റിലീജിയൻ അതിന് ശ്രമിച്ചു. അപ്പൊ റിലീജിയന് അതിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സ്പിരിച്വാലിറ്റി സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു. മാറ്റിക്കെങ്കിൽ റിലീജിയൻ അതൊരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ റിലീജിയനും അതാതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ലേ. അങ്ങനെ വന്നപ്പോൾ റിലീജിയസ് കോമ്പറ്റീഷനായി, റിലീജിയൻ തമ്മിലുള്ള കോമ്പറ്റീഷനായി. അവിടെ അങ്ങനെ കോമ്പറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മനുഷ്യന്റെ വാല്യൂ ഇല്ലാതായി. അപ്പോഴാണ് നമ്മൾ അത് മാറ്റിയിട്ട് ചിന്തിക്കാനുള്ള ഒരു ഇത് റിവ്യൂ നടക്കുന്നത്. ഇപ്പം റിലീജിയൻ എത്നിസിറ്റി പോലെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അല്ല, റിലീജിയൻ എത്നിക് ആയിരുന്നല്ലോ, അതിൽ നല്ല ഡെവലപ്പ് ചെയ്തു തന്നെ. അല്ല, ഇന്നിപ്പം ഐ മീൻ ലിറ്ററലി ബയോളജിക്കലി ബ്ലഡ് ആയിട്ട് ക്ലോസ് നെറ്റ് അല്ലെങ്കിൽ പല കാര്യത്തിലുള്ളവർക്ക് ഒരേ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് ശരിയാ. ഈ ഹോമോജീനിയസ് പോപ്പുലേഷൻ ആണെങ്കിൽ ഈ ഇതെല്ലാം കുറച്ചുകൂടെ എളുപ്പമായിട്ട് നടക്കും. ഇവിടെ ഹെറ്ററോജീനിയസ് പോപ്പുലേഷന്റെ പാരമ്യത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അവിടെയാണ് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. റിലീജിയൻസ് തമ്മിൽ ജെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. റിലീജിയനോ കാസ്റ്റ് തമ്മില് ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റിക്കകത്ത് കിടന്ന് റോഡിൽ കിടന്ന് ആടിയല്ല. സെപ്പറേറ്റ് ഇത് തമ്മില് സഭകള് തമ്മിൽ റോഡിൽ കിടന്ന് അടിക്കുകയല്ലേ. അവിടെ എന്തോ മൂല്യത്തിന് അടിക്കുന്നത്? അപ്പൊ അവിടെ മൂല്യം എവിടെ പോയി? അതെല്ലാം ഈ ഫിസിക്കൽ ഇതായിട്ട് മാറിയപ്പോഴത്തേക്ക് നമ്മള് ദ്രവ്യാധിഷ്ഠിതമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ സ്പിരിച്വാലിറ്റി പോയി. പിന്നെ ചോദിക്കണ്ടേ, ചാർജ് ചെയ്യാനായി ഫോൺ. അപ്പൊ നിർത്താം. ആയിക്കോട്ടെ. വൈകിട്ട് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.